പഴയ മൈസൂർ നഗരത്തിന്റെ നടുവിലുള്ള ശ്രീ വേണുഗോപാലസ്വാമി ക്ഷേത്രം കർണാടകയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയുടെയും മനോഹരമായ ഉദാഹരണമാണ്. ഈ പുരാതന ഹിന്ദു ക്ഷേത്രം ശ്രീകൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രം അതിശയകരമായ കരകൗശലത്തെ പ്രകടമാക്കുന്നു എന്നതുകൂടാതെ ആഴത്തിലുള്ള ആത്മീയാർത്ഥം പ്രദാനം ചെയ്യുന്നതിനാൽ ഈ ക്ഷേത്രം നിരവധി ആരാധകരെയും സന്ദർശകരെയും ആകർഷിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം വർഷങ്ങളായി നവീകരിക്കുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്തത് ഈ ക്ഷേത്രത്തെ കൂടുതൽ ഗംഭീരവും നിഗൂഢവുമാക്കുന്നു. നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സമാധാനവും ഭക്തിയും അനുഭവപ്പെടുന്നു. അതിനാൽ തന്നെ മൈസൂരിലെ വേണുഗോപാലസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നത് എന്നും ഓർക്കുന്ന ഒരു അസാധാരണ അനുഭവമാക്കി മാറ്റുന്നു. ഹൊയ്സാല വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമായ ശ്രീ വേണുഗോപാലസ്വാമി ക്ഷേത്രം കർണാടകയിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. AD 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഇത് സോമനാഥപുരയിലെ പ്രശസ്തമായ ചെന്നകേശവ ക്ഷേത്രവുമായി സമാനമായ സമയപരിധി പങ്കിടുന്നു. ശ്രീകൃഷ്ണൻ ഒരു മോഹിപ്പിക്കുന്ന ഓടക്കുഴൽ വാദകനായ വേണുഗോപാലസ്വാമിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതിനാൽ കൃഷ്ണഭക്തർക്ക് ഈ ക്ഷേത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയിലെ മൈസൂരിലുള്ള ഹൊയ്സാല കാലഘട്ടത്തിലെ ഒരു പ്രത്യേക വാസ്തുവിദ്യാരത്നമാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം. 2 നടുമുറ്റങ്ങളാൽ ചുറ്റപ്പെട്ട സമമിതി രൂപകൽപ്പനയാൽ ഈ ക്ഷേത്രം വേറിട്ട് നിൽക്കുന്നു. സോമനാഥപുരയിലെ പ്രസിദ്ധമായ ചെന്നകേശവ ക്ഷേത്രത്തിന്റെ അതേ സമയത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ ക്ഷേത്രം അക്കാലത്തെ വാസ്തുവിദ്യാ വൈഭവം കാണിക്കുന്നു. ഇരുവശത്തും തൂണുകളുള്ള വരാന്തകളുള്ള ഒരു പുറം കവാടത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ആചാരങ്ങൾക്കുള്ള ഇടങ്ങളും യാഗശാലകളും ഒരു അടുക്കള പ്രദേശവും കാണാൻ സാധിക്കും. ഈ ഗേറ്റ്വേയിലൂടെ കടന്നു പോകുമ്പോൾ 2ാമത്തെ കവാടം നിങ്ങളെ അകത്തെ ചുറ്റമ്പലത്തിലേക്ക് നയിച്ച് സോമനാഥപുര ക്ഷേത്രത്തിന്റെ രൂപരേഖയെ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പവിത്രമായ ഇടമായ ഗർഭഗൃഹവും അതിനുള്ളിൽ വേണുഗോപാലസ്വാമിയുടെ വിഗ്രഹവും കുടികൊള്ളുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഒരു രൂപം പശുപാലകനായി ഓടക്കുഴൽ വായിക്കുന്നതായി ഈ വിഗ്രഹം വഴി ഈ ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ ചുവരുകളും മേൽക്കൂരയും പോലും ഹൊയ്സാല വാസ്തുവിദ്യയുടെ മുഖമുദ്രയായ സങ്കീർണമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നതും ഈ ക്ഷേത്രത്തെ മനോഹരമാക്കി മാറ്റുന്നു. 1909-ൽ കൃഷ്ണരാജസാഗർ അണക്കെട്ട് പദ്ധതി വിഭാവനം ചെയ്യുന്നതിന് മുൻപ് വേണുഗോപാലസ്വാമി ക്ഷേത്ര സമുച്ചയം കണ്ണമ്പാടി ഗ്രാമത്തിലായിരുന്നു. KRS അണക്കെട്ട് പദ്ധതിയുടെ ഫലമായി കണ്ണമ്പാടിയിലും പരിസര ഗ്രാമങ്ങളിലും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചു. അതിനാൽ മൈസൂർ രാജാവായിരുന്ന അന്നത്തെ കൃഷ്ണരാജവാടിയർ 4-മൻ കണ്ണമ്പാടി പ്രദേശവാസികൾക്കായി ഒരു പുതിയ ഗ്രാമം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. അതിന് ഹൊസ കണ്ണമ്പാടി അഥവാ പുതിയ കണ്ണമ്പാടി എന്ന് പേര് നൽകി. 12-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ വേണുഗോപാലസ്വാമി ക്ഷേത്രവും സമീപത്തുള്ള മറ്റ് 2 ക്ഷേത്രങ്ങളും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു. 1930 ആയപ്പോഴേക്കും അണക്കെട്ടിന്റെ 1-ാം ഘട്ടം പൂർത്തിയാകുകയും 3 ക്ഷേത്രങ്ങളും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും വരൾച്ച വർഷങ്ങളിൽ ജലസംഭരണിയിലെ ജലനിരപ്പ് കുറയുമ്പോഴെല്ലാം ഈ ക്ഷേത്രം വീണ്ടും ഉയർന്നു വരുമായിരുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിന് സമാനമായ ഒരു ക്ഷേത്രം പിന്നീട് പുതിയ ഗ്രാമത്തിൽ നിർമ്മിക്കുകയാണ് ചെയ്തത്. മൈസൂരിലെ ബൃന്ദാവൻ ഗാർഡൻസിൽ നിന്നും 9 കിലോമീറ്റർ അകലെ കൃഷ്ണരാജസാഗരത്തിനടുത്തുള്ള ഹൊസ കണ്ണമ്പാടിയിലാണ് ശ്രീ വേണുഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായുള്ള മൈസൂർ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ.